മറിയ ആരാധ്യയാണോ? മറിയയെ വണങ്ങുന്നത് ശരിയാണോ? ഈ ചോദ്യങ്ങൾ നൂറ്റാണ്ടുകളായി നമ്മുടെ ഇടയിൽ കേൾക്കുന്നൊരു കാര്യമാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള വാക്പോരുകളും അതുപോലെ ചിന്തകളുമൊക്കെ നമ്മുടെ ക്രൈസ്തവ തലത്തിൽ പഴയകാലം മുതൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ മറിയ ആരാധ്യയാണോ? മറിയയെ വണങ്ങുന്നത് ശരിയാണോ? ഞാനിതിനെക്കുറിച്ചുള്ള 2 ക്ലാസ്സുകൾ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എടുത്തുള്ളത് എൻ്റെ അനുവാചകർ കേട്ട് കാണാം. എൻ്റെ അനുവാചകർക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ തുടങ്ങുന്നത്, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ മറിയ വണക്കം അനുവദനീയമോ എന്നുള്ളതിൻ്റെ 2 ഭാഗങ്ങൾ ഞാൻ ക്ലാസ് എടുത്തിരുന്നു. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട 3-ാമത്തെ ഭാഗമാണ് പറയുന്നത്. അതായത് മറിയയുടെ നാമങ്ങൾ എന്തൊക്കെയാണ്. 35 നാമങ്ങളും അതിലധികവുമൊക്കെ യേശുക്രിസ്തുവിന് ഭൂമിയിലേക്ക് അവതാരം ചെയ്യുവാൻ ദൈവം ഉപയോഗിച്ച മറിയയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ധാരാളം പേരുകൾ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിൽ ചിലതൊക്കെ പറയുകയും, ഏതാണ്ട് 35 പേരുകളാണ് പ്രസിദ്ധമായ പേരുകൾ. അതിന് അനുബന്ധമായ ചില പേരുകളുമുണ്ട്. 1-ാമത്തെ പേര് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മ എന്നുള്ളതാണ്, അല്ലെങ്കിൽ മദർ ഗോഡ്. ഞാൻ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ചില ക്ലാസ്സുകൾക്ക് മുൻപ് ഞാൻ പറഞ്ഞതാണ്, അതിൻ്റെ ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞതാണ്. അതായത് AD 431 മറിയ ദൈവത്തിൻ്റെ അമ്മയാണെന്ന് പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം. അതായത് AD 431 നടന്ന എഫെസോസ് സുന്നഹദോസിൽ വെച്ച് അവിടെ ജോൺ നെസ്റ്റോറിയസ് പഠിപ്പിച്ച കാര്യം, മറിയ ദൈവമാതാവല്ല, പകരം ക്രിസ്തുമാതാവാണ്. ഭൂമിയിലേക്ക് അവതാരം ചെയ്യുവാൻ ഉള്ള സംവിധാനത്തിൽ മനുഷ്യത്വം എന്നുള്ള അർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ മാതാവ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് തിയോ അല്ലെങ്കിൽ ക്രിസ്റ്റോറ്റോക്കോസ് എന്നുള്ള കാര്യം അദ്ദേഹം പഠിപ്പിച്ചത്. എന്നാൽ സിറിൽ എന്ന് പറഞ്ഞ ബിഷപ്പ് AD 431 എഫെസോസ് സുന്നഹദോസിൽ വെച്ച് അദ്ദേഹത്തിന് എതിരെ വാദിക്കുകയും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പാഷണ്ഡോപദേശകനായിട്ട് ജോൺ നെസ്റ്റോറിയസിനെ പറഞ്ഞ് തള്ളുകയും അങ്ങനെ വീണ്ടും ദൈവമാതാവാണ് മറിയ എന്നുള്ള ഒരു സംവിധാനത്തിലേക്ക് വീണ്ടും പഠിപ്പിക്കലുകൾ ആരംഭിച്ചു. അപ്പോൾ ദൈവമാതാവ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മദർ ഗോഡ് അല്ലെങ്കിൽ തിയോറ്റോക്കോസ്, മദർ മോസ്റ്റ് ചാസ്റ്റി, മദർ മോസ്റ്റ് പ്യുവർ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പരിശുദ്ധയായ, ഏറ്റവും പരിശുദ്ധയായ, ഏറ്റവും വിശുദ്ധയായ അമ്മ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വളരെയധികം പാതിവൃത്യം ഉള്ള അമ്മ എന്നൊക്കെ പറയുന്ന അപദാനങ്ങൾ മറിയയ്ക്ക് പാടുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോൾ ദൈവം അല്ലേ യഥാർത്ഥ ദൈവം, അതോ അമ്മയാണോ ദൈവം? ഞാനതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നില്ല. 2-ാമത്തെ പേരാണ് കന്യകമാരുടെ പരിശുദ്ധ കന്യക, അല്ലെങ്കിൽ ഹോളി വിർജിൻ ഓഫ് ദി വിർജിൻസ്. അപ്പോൾ കന്യകമാരുടെ പരിശുദ്ധ കന്യക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മറിയ വീണ്ടും കന്യകയായിട്ട് തുടരുകയാണോ? അപ്പോൾ മറിയ കന്യകയാണെങ്കിൽ എന്താണ് ഇപ്പോൾ, അല്ലെങ്കിൽ യേശുവിന് ജന്മം നൽകിയതിന് ശേഷമുള്ള മറിയയുടെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അടുത്ത ചില പേരുകൾ പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാം. അപ്പോൾ കന്യകമാരുടെ പരിശുദ്ധ കന്യക, അപ്പോൾ എന്ന് പറയുമ്പോൾ കന്യകമാർക്ക് വേണ്ടി മാത്രം ഷെഡ്യൂൾ ചെയ്ത ഒരു കന്യക എന്ന് പറയുന്ന ആ സംവിധാനത്തിലേക്കല്ലേ വരുന്നത്. മറ്റൊരു രസാവഹമായ പേരാണ് സഭയുടെ മാതാവ്, മദർ ഓഫ് ദി ചർച്ച്. അപ്പോൾ ക്രിസ്തു സഭ എന്ന് പറയുന്നത്, അതിൻ്റെ മാതാവ് എന്ന് പറയുന്നത് മറിയയാണ്. ഇത് രസാവഹങ്ങളായ കുറെ പേരുകളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, വിശുദ്ധ ബൈബിളോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവോ അപ്പോസ്തലന്മാരോ 1-ാം നൂറ്റാണ്ടിലെ സഭയോ ഒന്നും അംഗീകരിക്കാത്ത കുറെ കാര്യങ്ങൾ. അപ്പോൾ സഭയുടെ അമ്മ എങ്ങനെയാണ് മറിയയാകുന്നത്? അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ കാണുന്ന സൂര്യധാരണിയായ ഒരു സ്ത്രീ, അത് മറിയയാണെന്ന് വാദിക്കുകയും അതുപോലെ സഭ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അമ്മയാണെന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന കൃത്രിപ്പ് വ്യാഖ്യാനങ്ങളുണ്ട്. എൻ്റെ ഈ ക്ലാസ്സിൽ ആ വെളിപ്പാട് 12-ാം അധ്യായത്തിനെ കുറിച്ച് പറയേണ്ട ഒരു ക്ലാസ് അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്തായാലും മറിയ സഭയുടെ അമ്മയാകുന്ന എങ്ങനെയാണ്? അങ്ങനെ വന്നാൽ
ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ, അല്ലെങ്കിൽ ജെറുസലേമിലാണല്ലോ സഭ AD 29 ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നത്. ആ സഭയിൽ മറിയയ്ക്ക് എന്തായിരുന്നു പ്രാധാന്യം? ഇനിയും കൃത്യമായിട്ട് മറിയ സഭയുടെ അമ്മയാണെങ്കിൽ അങ്ങനെ വന്നാൽ മറിയയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണ്ടേ? അപ്പോൾ അപ്പോസ്തലന്മാർ അങ്ങനെ പ്രാധാന്യം കൊടുത്തോ? ഒന്നാം നൂറ്റാണ്ടിലെ സഭ അങ്ങനെ പ്രാധാന്യം കൊടുത്തോ? നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു അങ്ങനെ ഒരു പ്രാധാന്യം മറിയയ്ക്ക് കൊടുത്തോ? അപ്പോൾ അങ്ങനെ കൊടുത്തില്ല എങ്കിൽ പിന്നെ ഈ പറഞ്ഞു പഠിപ്പിക്കുന്നതെല്ലാം തൽപര കക്ഷികളുടെ വ്യാഖ്യാനങ്ങളും അത് വിശുദ്ധ ബൈബിളിന് എതിരായിട്ടുള്ള സംവിധാനവും അത് പാഷണ്ഡോപദേശവുമാണ്. ഇനി മറ്റൊരു പേരാണ് ദിവ്യ കൃപയുടെ മാതാവ്, മദർ ഓഫ് ഡിവൈൻ ഗ്രേസ്. അപ്പോൾ ദിവ്യ കൃപയുടെ മാതാവ്, അപ്പോൾ എല്ലാ കൃപയും കൊടുക്കുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവിക കൃപകൾ കൊടുക്കുവാൻ കഴിയുന്നയാൾ. അങ്ങനെ എങ്ങനെയാണ് മറിയയ്ക്ക് വെക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ലിയോ 14 മാർപ്പാപ്പ ഇവിടെ ആ പ്രഖ്യാപനത്തിന് ശേഷം കാത്തലിക് പ്രീസ്റ്റുകൾ തന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മറിയ എന്ന് പറയുന്നത് ദിവ്യ കൃപയുടേത് അല്ല എന്നൊക്കെ അവർ തന്നെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ട് കാണാം. എന്നാൽ വീണ്ടും അതിനെ തിരുത്തിയും മറിച്ചുമൊക്കെ വീണ്ടും വ്യാഖ്യാനങ്ങൾ കാത്തലിക് പ്രീസ്റ്റുകളും അതുപോലെ മറിയയെ പരിശുദ്ധിയായിട്ട് കരുതുന്ന പലരും ഒക്കെ പൊതുജന മധ്യത്തിൽ ഇറക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, ദിവ്യ കൃപയുടെ മാതാവെങ്കിൽ ഇപ്പോൾ മാതാവ് വഴിയല്ലേ, അല്ലെങ്കിൽ മറിയ വഴി മാത്രമല്ലേ ആ ഡിവൈൻ ഗ്രേസ് അല്ലെങ്കിൽ ദൈവിക കൃപ മനുഷ്യരിലേക്ക് ഒക്കെ വരുത്തുള്ളൂ. അപ്പോൾ മറിയയാണോ അതിന്റെ ചാലക ശക്തി? മറിയയാണോ അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംവിധാനം? അപ്പോൾ അങ്ങനെ വന്നാൽ വീണ്ടും മറിയ മധ്യസ്ഥയാണെന്നല്ലേ അർത്ഥം വരുന്നത്. അപ്പോൾ ദൈവകൃപ വരുന്നതിനുള്ള ഒരു ചാല് എന്ന് പറയുന്നത് മറിയയാണെന്ന് പറയുമ്പോൾ വീണ്ടും മറിയയെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കുകയല്ലേ. ലിയോ 14 മാർപ്പാപ്പ നടത്തിയ ആ ഡിക്കാസ്റ്ററിയുടെ ആ പ്രഖ്യാപനം നിങ്ങൾക്കറിയാമല്ലോ. ആ പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞത് മറിയ ലോകരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിനോട് കൂടിയുള്ള സഹരക്ഷകയല്ല, മാത്രമല്ല സഹമധ്യസ്ഥയുമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ വരുമ്പോൾ ഈ പേര് നമ്മൾ ഡിലേറ്റ് ചെയ്യുമോ, ദിവ്യകൃപയുടെ മാതാവ് എന്നുള്ളത്? ഇനി മറ്റൊരെണ്ണമാണ് നല്ല ഉപദേശത്തിന്റെ അമ്മ, മദർ ഓഫ് ഗുഡ് കൗൺസിൽ. അപ്പോൾ അത് പോട്ടെ, നമുക്ക് വേണമെങ്കിൽ ഒരാള് കാര്യങ്ങൾ പറയുവാൻ ഉള്ള സംവിധാനമുള്ള, കാര്യങ്ങളെ അവതരിപ്പിക്കുവാൻ ഉള്ള കഴിവ് എന്ന കരുതിൽ പോട്ടെ, മദർ ഓഫ് ഗുഡ് കൗൺസിൽ എന്ന് പറയുന്ന അത് വേണമെങ്കിൽ പറയാം. പക്ഷേ യേശുക്രിസ്തു അങ്ങനെ ഒരു തസ്തികയും കൊടുത്തിട്ടില്ല. യേശുക്രിസ്തു പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും 16-ാമത്തെ അധ്യായത്തിലും താൻ അയക്കുവാൻ തുടങ്ങുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ പരാക്ലിത്ത എന്ന് പറയുന്ന ആ ഒരു പദത്തിന് കൗൺസിലർ എന്നാണ് വാക്കിന്റെ അർത്ഥം. ആശ്വാസപ്രദൻ എന്നൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഉപദേശകൻ എന്ന് പറയുന്ന. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധം വരുത്തും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് പകരം എന്താണ് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ തന്റെ ശുശ്രൂഷാവേളയിൽ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മറിയയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥാനം കൊടുത്തായിട്ട് പറയാഞ്ഞത്? അപ്പോൾ ഞാനത് പറഞ്ഞു, യേശുക്രിസ്തുവോ പിതാവാം ദൈവമോ പരിശുദ്ധാത്മാവോ 1-ാം നൂറ്റാണ്ടിലെ സഭയോ അപ്പോസ്തലന്മാരോ വിശുദ്ധ ബൈബിളോ ഇതൊന്നും പ്രഖ്യാപിക്കാതിരിക്കെ കാലാകാലങ്ങളിലായിട്ട് മറിയയ്ക്ക് പുതിയ തസ്തികകളും പുതിയ പേരുകളും കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ക്രിസ്തീയമാകുന്നത്? അപ്പോൾ ക്രിസ്തു സഭ എന്ന് അതിന്റെ സംവിധാനങ്ങൾ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണുന്നതാണ്. അതിൽ പറയാത്ത സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സ്ഥാനം വിശുദ്ധ ബൈബിൾ അംഗീകരിക്കുന്നില്ല, മാത്രമല്ല ദൈവിക തൃത്വം അംഗീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് സഭയുടെ ഭാഗമാകുമോ, സഭയുടെ ഉപദേശമാകുമോ, അത് നമ്മൾ പാലിക്കേണ്ടതുണ്ടോ എന്നുള്ളത് എൻ്റെ കേൾവിക്കാർ ഒന്ന് മനസ്സിലാക്കണം. മറ്റൊരെണ്ണമാണ്, 6-ാമത്തെ പേരാണ് പരമ കാരുണികയായ കന്യക, അല്ലെങ്കിൽ വിർജിൻ ഓഫ് മേഴ്സി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കരുണയുടെയും അതുപോലെ എല്ലാ ദയയുടെയും എല്ലാ കരുണയുടെയും ആത്യന്തിക കന്യക എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന് മുകളിലേക്കുള്ള ആ പേര് പോകുന്നത് എന്ന് പറഞ്ഞാൽ പരമകാരുണികയാണ്, ആത്യന്തികമായ കരുണയുടെ സംവിധാനമാണ് ആ കന്യക അല്ലെങ്കിൽ മറിയ എന്ന് പറയുമ്പോൾ. അപ്പോൾ ദൈവത്തിന്റെ
കഴിവിനും ദൈവത്തിന്റെ പ്രൗഢിക്കും ദൈവത്തിന്റെ സ്ഥാനങ്ങൾക്കും മുകളിലേക്ക് എത്തിപ്പോകുന്ന ഒരു പേരല്ലേ അത്. അപ്പോൾ അതെങ്ങനെയാണ് മറിയയ്ക്ക് നമ്മൾക്ക് കൊടുക്കുവാൻ കഴിയുക? അപ്പോൾ മറിയ ദൈവത്തിന് മുകളിലാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇനി 7ാമത്തെ പേരാണ് നീതിയുടെ കണ്ണാടി, മിറർ ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ മറിയയെ പൊക്കി 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 മറിയയെ ഏറ്റവും വലിയ വിശുദ്ധിയായിട്ടും നീതിമതിയായിട്ടും ഒക്കെ പറയുമ്പോൾ ഒരു സാമാന്യ മനുഷ്യ സ്ത്രീ അല്ല മറിയ എന്നുള്ള വ്യാഖ്യാനത്തിലേക്കാണ് ഈ പേരുകളൊക്കെ ചെന്നെത്തുന്നത്. എന്ന് പറഞ്ഞാൽ നീതിയുടെ കണ്ണാടി. നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, വിശുദ്ധ ബൈബിൾ പറയുന്നത് എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടെന്നാണ്, അത് മറിയ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്ന് റോമാലേഖനത്തിൽ വിശുദ്ധനായ പൗലോസ്ലീഹ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ മറിയയ്ക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു ഒഴിവ് ലഭിക്കുന്നത്? മറിയയ്ക്ക് ഇങ്ങനെ ഒഴിവ് ലഭിച്ചതായിട്ട് യേശു പറഞ്ഞോ? ഇനി അപ്പോസ്തലന്മാരെങ്ങനെ വ്യാഖ്യാനിച്ചോ? 1-ാം നൂറ്റാണ്ടിലെ സഭ മറിയയെ കണ്ടിട്ടുള്ളവർ, മറിയയോട് സഹകരിച്ചവർ, മറിയയുടെ കൂടിരുന്ന് യേശുവിനെ ആരാധിച്ചവർ, മറിയയുടെ കൂടിരുന്ന് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയ, അല്ലെങ്കിൽ മറിയയും അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചപ്പോൾ അങ്ങനത്തെ ഒരു തസ്തികയിലേക്ക് ഒരു തരത്തിലും അനീതി ഉണ്ടാകാത്ത, ഒരു തരത്തിലും ഒരു കുഴപ്പങ്ങളും ഉണ്ടാകാത്ത, ഒരു പാപ മാലിന്യങ്ങളും പ്രവേശിക്കാത്ത ഒരു സ്ത്രീയാണ് ഈ മറിയ എന്ന് എവിടെയെങ്കിലും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതായിട്ട് തിരുവചനത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പേര് കൃത്രിമ പേരല്ലേ? മറ്റൊരെണ്ണമാണ് ജ്ഞാനത്തിന്റെ ഇരിപ്പിടം, സീറ്റ് ഓഫ് വിസ്ഡം. അപ്പോൾ ശ്രദ്ധിക്കണം, സർവജ്ഞാനത്തിന്റെയും ഉറവിടമായ ഒരു സ്ത്രീയാണോ മറിയ? വിശുദ്ധ ബൈബിളിന്റെ പ്രമേയമനുസരിച്ച് മറിയ അങ്ങനത്തെ ഒരാളായിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ അവിടെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മറിയയുടെ അടുക്കൽ വന്ന ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറിയ സർവജ്ഞാനത്തിന്റെയും ഉടവയാണെങ്കിൽ എങ്ങനെയാണ് അത് കേട്ടപ്പോൾ ഞെട്ടിത്തരിക്കുന്നത്? മറിയ ആ വന്ദനം കേട്ടപ്പോൾ ആകപ്പാടെ അസ്വസ്ഥയായി. ഉടനെ പറഞ്ഞൊരു കാര്യം, ദൂതൻ പറഞ്ഞു, മറിയെ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ ഫേവർ ലഭിച്ചു, കൃപ ലഭിച്ചു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രീതി നിന്ന് ലഭിച്ചെന്നാണ്. അത് പറയുമ്പോഴും സർവജ്ഞാനത്തിന്റെയും ഇത് അറിവുള്ള അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ മുഴുവന്റെയും ഇരിപ്പിടമാണ് ഈ മറിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറിയ താഴോട്ട് വരുമ്പോൾ കാര്യങ്ങൾ വീണ്ടും ചോദിക്കുന്നത്? അവിടെ അറിയാമല്ലോ, ദൂതൻ പറഞ്ഞു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ജോസഫിനോട് പറഞ്ഞതിന്റെ മറ്റൊരു ചിന്ത ഇവിടെ മറിയോട് പറയുന്നുണ്ട്. അവിടെ വെച്ച് മറിയ ഒരു കാര്യം പറഞ്ഞു, ഒരു പുരുഷനെ അറിയാകിയാൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനുമായിട്ട് എനിക്ക് ശാരീരിക ബന്ധം ഇല്ലാത്ത കാലത്തോളം എങ്ങനെ ഒരു കുഞ്ഞിന് എനിക്ക് ഗർഭം ധരിക്കുവാൻ കഴിയും, എങ്ങനെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ കഴിയും? അപ്പോഴാണ് അതിന് മറുപടിയായിട്ട് ദൂതൻ പറഞ്ഞതാണ് ലൂക്കോസ് 1:35 വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെടുലിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, മറിയയുടെ യാതൊരു ഗുണം കൊണ്ടോ ജ്ഞാനത്തിന്റെ അറിവ് കൊണ്ടോ മറിയയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതല്ലേ അർത്ഥം? എന്ന് പറഞ്ഞാൽ മറിയയിൽ നിന്ന് ഒന്നും തന്നെ എടുക്കാതെ തന്നെ ഈ പറയുന്ന യേശു ഭൂമിയിലേക്ക് അവതാരം ചെയ്യുമ്പോൾ ഒരു സൈഗോട്ടി വന്ന് അല്ലെങ്കിൽ ഒരു ഭ്രൂണം വന്ന് മറിയുടെ ഉദരത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, അത്രമാത്രമേ മറിയയ്ക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. ഒരു സാമാന്യ ഒരു ഗ്രാമീണ പെൺകുട്ടി, നസ്രയത്തിൽ വളർന്നവൾ. അപ്പോൾ അവൾ എങ്ങനെയാണ് ഈ സർവജ്ഞാനത്തിന് ഇരിപ്പിടമാകുന്നത്? സർവജ്ഞാനത്തിന് ഇരിപ്പിടമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ദൂതൻ വന്ന് കാര്യം പറയുമ്പോൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ അർത്ഥം തന്നെ മറിയയ്ക്ക് ഈ കാര്യമൊന്നും അറിയുവാനുള്ള അറിവോ ജ്ഞാനമോ പ്രാപ്തിയോ ഇല്ലായിരുന്നു അല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ പിന്നെ എങ്ങനെയാണ് ജ്ഞാനത്തിന്റെ ഇരിപ്പിടമെന്നൊക്കെ, അല്ലെങ്കിൽ സീറ്റ് ഓഫ് വിസ്ഡം എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഹൈറ്റൻഡ് നോളജിന്റെ ഇരിപ്പിടമെന്നൊക്കെ എങ്ങനെയാണ് ഈ മറിയയ്ക്ക് പേര് കൊടുക്കാൻ കഴിയുന്നത്? മറ്റൊരെണ്ണമാണ് മിസ്റ്റിക്കൽ റോസ് എന്ന് പറഞ്ഞൊരു പേര്, അല്ലെങ്കിൽ നിഗൂഢ പനിനീർ പുഷ്പം. അപ്പോൾ രസകരമായ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഭാവനാ വൈഭവത്തിൽ പേരിടുവാൻ വേണ്ടി കഴിഞ്ഞാൽ പിന്നെ ആർക്കാ വയ്യാത്തത്?
അല്ലെങ്കിൽ നിഗൂഢ ലില്ലി പുഷ്പമെന്നോ നിഗൂഢ പനിതീർ പുഷ്പമെന്നോ ഒക്കെ അർത്ഥം പറയാൻ കഴിഞ്ഞ മിസ്റ്റിക്കൽ റോസ് എന്ന് പറഞ്ഞ പദം, ഒരാൾക്ക് കുറെ പേരൊരാൾക്ക് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അർത്ഥമോ ആ ആൾക്ക് അതിന് പ്രാപ്തിയുണ്ടോന്നോ അതിന്റെ സ്ഥാനീയത വഹിക്കുവാനും വേണ്ടി ഉള്ള എബിലിറ്റി ഉണ്ടോ എന്നും നോക്കാതെ ഇഷ്ടംപോലെ പേരുകൾ ഇങ്ങനെ പറയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വിശുദ്ധ ബൈബിൾ അംഗീകരിക്കുകയോ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തു അംഗീകരിക്കുകയോ ചെയ്ത കാര്യമല്ല. ഇനി മറ്റൊരെണ്ണമാണ് ദാവീദിന്റെ ഗോപുരം, ടവർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണേ. അപ്പൊ മറിയെ പൊക്കി 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 കൊണ്ടുപോവുകയാണ്. ടവർ ഓഫ് ഡേവിഡ് എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ദാവീദിന്റെ വംശാവലിയിൽ യേശു പറക്കും എന്നുള്ളത് പഴയ നിയമത്തിന്റെ പ്രവചനമാണ്. അപ്പോൾ യേശു തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, കർത്താവ് തന്റെ കർത്താവിനോട് എന്ന് പറഞ്ഞത് ദാവീദാണല്ലോ എഴുതി വെച്ചത്, പിന്നെ എങ്ങനെയാണ് ദാവീദിന്റെ പുത്രനാകുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവനോട് ഉത്തരം പറയുവാൻ ആർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ദാവീദ് പുത്രൻ ഹോശന്ന എന്ന് വിളിച്ചുകൊണ്ട് യേശുവിന്റെ ട്രയംഫ് എൻട്രി നിങ്ങൾക്ക് കാണാം. എന്ന് പറഞ്ഞാൽ വളരെ ആഘോഷത്തോടെ വിജയശ്രീലാളിതനായ ഒരു രാജാവ് കയറി ചെല്ലുന്ന പോലെ ജെറുസലേമിലേക്ക് യേശു കയറി ചെന്ന ഭാഗമൊക്കെ സുവിശേഷകന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വംശാവലി പട്ടിക മത്തായി സുവിശേഷത്തിലും 1-ാം അധ്യായത്തിലും ലൂക്കോസ് 3-ാം അധ്യായത്തിലും എഴുതുമ്പോൾ അവിടെ മറിയയുടെ വംശാവലി പട്ടികയല്ല എഴുതി വെക്കുന്നത്. അവിടെ ജോസഫിന്റെ വംശാവലി പട്ടികയാണ്. അക്ഷരികമായി ജോസഫുമായിട്ട് യേശുവിന് അങ്ങനത്തെ ഒരു പ്രതിബന്ധമില്ല എങ്കിലും ലൂക്കോസ് 3-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് എഴുതി വച്ചിരിക്കുന്ന ഒരു പദവിന്യാസമുണ്ട്. അതെങ്ങനെയാണ്? യേശു ജോസഫിന്റെ മകനെന്ന ജനം കരുതി എന്ന് പറഞ്ഞ കുറെ വാക്കുകളാണ് അവിടെ എന്ന് പറഞ്ഞ അത് പറഞ്ഞിട്ടാണ് യേശുവിന്റെ വംശാവലി പട്ടികയിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വന്നാൽ പിന്നെ എങ്ങനെയാണ് ദാവീദിന്റെ ഗോപുരമെന്ന് മറിയെ വിളിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി അപദാനങ്ങൾ പാടി ഒത്തിരി പുതിയ പേരുകൾ കൃത്രിപ്പായി ഉണ്ടാക്കി മറിയയ്ക്ക് കൊടുക്കുന്ന രസാവഹമായ ചിന്ത, അത് മറിയ തന്നെ കേട്ടാൽ അതിക്ക് മറിയയ്ക്ക് ചിരി വരുമെന്നുള്ളതാണ് കാര്യം. ഇനി മറ്റൊരിടമാണ് ദന്തഗോപുരം, ഐവറി ടവർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഐവറി ഗോപുരം എന്ന് പറഞ്ഞാൽ പ്രകാശം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രകാശം പരത്തുകയാണ്. ദന്തഗോപുരം, വിലമതിക്കുവാനാകാത്ത ദന്തഗോപുരം. മറ്റൊരെണ്ണമാണ് ഉടമ്പടി പെട്ടകം എന്ന് പറഞ്ഞാൽ ബോക്സ് അല്ലെങ്കിൽ ബിൻ ഓഫ് കവണന്റ്. നിങ്ങൾ പറ, ഇങ്ങനെ പറഞ്ഞു പോയാൽ മറിയ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മറിയയ്ക്ക് ഇത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും. മറിയ അന്താളിക്കും, മറിയ ആശ്ചര്യപ്പെടും, മറിയയ്ക്ക് വിസ്മയമുണ്ടാകും. മറിയയ്ക്ക് തന്നെ ഇത് കേട്ടാൽ നാണക്കേടാണ്. മറിയ പോലും ഒരിക്കലും ഇത് ഇങ്ങനത്തെ ഒരു സംഭവം അംഗീകരിക്കാൻ യോഗ്യമല്ലെന്ന് മറിയക്കറിയാം. അപ്പൊ പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന മറിയയാണ് ദൂതൻ വന്ന് പറയുന്ന അവസരത്തിൽ ലൂക്കോസ് സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, മച്ചി എന്ന് പറയുന്നവൾക്ക് ഇത് 6-ാം മാസമെന്ന് തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ അമ്മയെ കുറിച്ച് പറയുന്ന ഭാഗം പറയുന്നു. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി, ദൈവത്തിന്റെ ഹിതം പോലെക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ, ഐവറി ഗോപുരമാണെങ്കിൽ, ഉടമ്പടി പെട്ടകമാണെങ്കിൽ, മിസ്റ്റിക്കൽ റോസ് ആണെങ്കിൽ, ദാവീദിന്റെ ഗോപുരമാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് മറിയ പറഞ്ഞത് ഇതാ ഞാൻ ദൈവത്തിന്റെ ദാസി എന്ന് എന്തിനാണ് പറയുന്നത്? അപ്പോൾ മറിയയ്ക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിവില്ലെന്നല്ലേ അർത്ഥം. അപ്പോൾ ഉടമ്പടിയുടെ പെട്ടകം എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ യേശുവിനെ തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ ദൈവിക തൃത്വത്തെ തള്ളിക്കളഞ്ഞ് മറിയയെ മാത്രം സ്വീകരിച്ചാൽ പോരെ? ഉടമ്പടിയുടെ പെട്ടകമല്ലേ? അപ്പൊ പിന്നെ വേറെ ആരെ എന്തിനു സ്വീകരിക്കണം? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരിക്കലും മറിയയ്ക്ക് സ്വീകരിക്കാൻ കഴിയാത്ത അപദാനങ്ങൾ പാടി ഒരിക്കലും മറിയയ്ക്ക് ഇതാ താങ്ങുവാൻ കഴിയാത്ത ഭാവനാ വൈഭവത്തിലുള്ള കുറെ പേരുകൾ കണ്ടെത്തി മറിയയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആർക്കും കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അടുത്തയാൾ ഏറ്റുപാടി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു മറിയെ പൊക്കി എവിടം വരെ കൊണ്ടുപോകും എന്നൊരു പിടിയുമില്ല. മറ്റ് അതിലും രസകരമായ ഒരെണ്ണമാണ് സ്വർഗ കവാടം എന്ന് പറഞ്ഞ ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ മറിയ വഴി അല്ലാതെ അങ്ങോട്ട് ആരും പോകത്തില്ലെന്നാണ്. അപ്പൊ മറിയയുടെ കാല് പിടിക്കണ്ടേ? അപ്പൊ പിന്നെ മറിയ മധ്യസ്ഥ അല്ലെന്നും മറിയ സഹരക്ഷകയല്ലെന്നും പറഞ്ഞ ആ ഡിക്കാസ്റ്ററുടെ പ്രഖ്യാപനം, അല്ലെങ്കിൽ ലിയോ 14 മാർപ്പാപ്പ അത് പ്രഖ്യാപിച്ചത് അംഗീകരിക്കുമോ? സ്വർഗ കവാടമാണോ? യേശു പറഞ്ഞു, യോഹന്നാൻ 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു,
എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പറഞ്ഞ വാക്യം എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? പിന്നെ അപ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞ് യേശു വഴിയല്ലാതെ വേറെ വഴി അല്ലെങ്കിൽ മറിയ വഴി പോകണമെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? യേശുവിന് അവിടെ എന്താണ് പ്രാധാന്യം? അപ്പോൾ യേശു രക്ഷകനല്ലേ? യേശു അല്ലേ? ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, തിമോത്തിയോസ് ലേഖനത്തിൽ വായിക്കുമാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് നമുക്ക് വേണ്ടി മറുപടിയായി കൊടുത്ത കർത്താവ് യേശു ക്രിസ്തു തന്നെ എന്ന് പൗലോസ്ലീഹ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ലേഖനത്തിൽ രേഖപ്പെടുത്തി വെച്ചുള്ളതാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ കാറ്റിൽ പറത്തിയിട്ടല്ലേ ഈ സ്വർഗ കവാടം എന്നൊക്കെ വിളിക്കുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്തൊരു കാര്യം, ദൈവം നിശ്ചയിക്കാത്തൊരു കാര്യം ദൈവത്തെ പറഞ്ഞങ്ങോട്ട് കൊടുത്ത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണോ നമ്മൾ? അപ്പോൾ വിശുദ്ധ ബൈബിളിന്റെ പ്രമേയത്തിനും അതുപോലെ പരിശുദ്ധാത്മാവിന്റെ സംവിധാനത്തിനും യേശുവിന്റെ ആ ദൈവത്വത്തിനും എതിരെയുള്ള ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ മറിയെ ദൈവമെന്ന പരുവത്തിലോ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തണമെങ്കിൽ മറിയ കൂടാതെ ഒക്കത്തില്ല എന്ന് പറയുന്ന ഒരു സംവിധാനമല്ലേ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഇതെല്ലാം എങ്ങനെയാണ് ക്രിസ്തീയ ഉപദേശമായിട്ട് മാറുന്നത് എന്ന് എന്റെ കേൾവിക്കാര് ഒന്ന് ആലോചിക്കണം. എന്റെ കേൾവിക്കാരിൽ ചില്ലെങ്കിലും മറിയ വണക്കം നടത്തുന്നവരായിരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിൽ തട്ടി ഒന്ന് ആലോചിക്കുക, ഇത് എങ്ങനെയാണ് ദൈവം അംഗീകരിക്കുന്നത്? ദൈവം അംഗീകരിക്കാത്ത ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുകയും, രണ്ട്, ദൈവം ഒരിക്കലും ഉൾക്കൊള്ളുവാൻ താല്പര്യപ്പെടാത്ത, ദൈവം അംഗീകരിക്കാത്ത ഇങ്ങനെയുള്ള മറിയുടെ പേര് പറഞ്ഞ് മറിയെ അങ്ങനെ പൊക്കി മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെയാണ് ദൈവം അംഗീകരിക്കുന്നത്? അപ്പോൾ എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണം, നമ്മൾ എന്തെങ്കിലും ഒരു എഴുതി കൊടുത്തിട്ട് അത് അംഗീകരിച്ച് അടിയിൽ ഒപ്പിടാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മുൻപിൽ ദൈവം പറഞ്ഞ് കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്യോഗം എന്ന് പറയുന്നത്. മറ്റൊരു പേരാണ് പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ. അപ്പോൾ ഇങ്ങനെ അവദാനങ്ങൾ കുറയുകയല്ല. ഞാൻ പറഞ്ഞല്ലോ 35 നാമങ്ങളുണ്ട് മറിയയ്ക്ക് വിളിക്കുന്ന, ബാക്കി അനുബന്ധ ചില നാമങ്ങളുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ മറിയയെക്കുറിച്ച് പറയാവുന്നതും അതിന്റെ അപ്പുറവും ഒക്കെ പറഞ്ഞു പിടിപ്പിച്ച് മറിയയുടെ ആ കാര്യങ്ങളെ കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ മറിയ പോലും അറിയാത്ത മറിയ പോലും അംഗീകരിക്കാൻ ഇത് അറയ്ക്കുന്ന കുറെ നാമങ്ങളാണ് പലരും പഠിച്ചു പിടിപ്പിക്കുന്നത്. മറ്റൊരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിന് വിരാമക്കുത്തിടാം. യഥാർത്ഥ പാപമില്ലാതെ ജനിച്ചവൾ എന്ന് പറഞ്ഞാൽ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പാപരഹിതയായി ജനിച്ചവൾ അല്ലെങ്കിൽ അമലോത്ഭവ. അമലോത്ഭവ സിദ്ധാന്തം നമുക്ക് അറിയാമല്ലോ. അമലോത്ഭവയെ കുറിച്ചുള്ള ആ പഠിപ്പീരുകളൊക്കെ നിങ്ങൾക്കറിയാമെന്നാണ് എൻ്റെ വിചാരം. ഞാനൊന്ന് അത് മനസ്സിലാകാൻ വേണ്ടി പറയാം. മറിയ പാപം കൂടാതെ ജനിച്ചവളാണ്. പാപം കൂടാതെ ജനിച്ചവൾ ആയതുകൊണ്ട്, അമലോത്ഭവയായതുകൊണ്ട് അവളെ ദൈവാലയത്തിലാണ് വളർത്തിയിരുന്നത്. മറിയയുടെ ജീവചരിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുന്ന രസാവഹങ്ങളായ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. എൻ്റെ കയ്യിലുമുണ്ട് ചിലത്. എൻ്റെ കേൾവിക്കാര് ഇതിൽ ചിലത് വായിച്ചിട്ടുണ്ടാകാം, ഇല്ലെങ്കിൽ ഈ സംഭവം കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ പാപം കൂടാതെ ജനിച്ചവളാണ്, അമലോത്ഭവയായതുകൊണ്ട് അവളെ ദൈവാലയത്തിലാണ് വളർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ വളർന്ന് യൗവനയുക്തിയായപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇസ്രായേൽ ഗോത്രത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആ ദൈവാലയത്തിലേക്ക് വരുന്നത് കൊണ്ട് യൗവനയുക്തിയായ അവളെ അവിടെ പാർപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കിളവനായ അല്ലെങ്കിൽ പ്രായം കൂടിയവനായ ഒരു ജോസഫ് എന്ന ഒരു മനുഷ്യനെ കണ്ടെത്തി കെയർ ടേക്കറായിട്ട് അവളെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചെന്നാണ്. പക്ഷെ വിശുദ്ധ ബൈബിൾ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ജോസഫിന് ദൂതൻ സ്വപ്നത്തിൽ ഇതാ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജോസഫെ, ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ മടിക്കണ്ട. അല്ലാതെ നിന്നെ ഇത് നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ആ പെങ്കൊച്ചിനെ നീ നന്നായിട്ട് പരിപാലിക്കണമെന്നോ നീ അവളെ കൂട്ടിക്കൊണ്ടു പോകണം എന്നൊന്നും അല്ലി പറഞ്ഞതിന്റെ അർത്ഥം. നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ നീ പഠിക്കണ്ട. എന്റെ കേൾവിക്കാര്, ഞാനിത് പറയുമ്പോൾ ചിലർക്കെങ്കിലും അല്പം ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, വിശുദ്ധ ബൈബിൾ കള്ളമാണോ? വിശുദ്ധ ബൈബിൾ ഇവിടെ ആരെങ്കിലും പടച്ചുവിട്ട അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇഷ്ടത്തിന് വേണ്ടി പടച്ചുവിട്ട പുസ്തകമാണോ? അംഗീകരിക്കാൻ കൊള്ളാത്ത പുസ്തകമാണോ? എങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ധാരണയെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അമലോത്ഭവയായ സിദ്ധാന്തം നിങ്ങൾ അംഗീകരിച്ചോണം. പക്ഷെ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് മറിയയെ നോക്കാൻ വേണ്ടി പ്രായമുള്ള വൃദ്ധനായ ഒരു കിഴവനായ ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു വന്ന അന്നും ബൈബിൾ പറയുന്നില്ല. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പലരും വരച്ചിട്ടുള്ള ചിത്രങ്ങൾ, മറിയയുടെയും ജോസഫിന്റെയും യേശുവിന്റെയും എന്നൊക്കെ പറയുന്ന ആ ചിത്രങ്ങൾ, അതിൽ മറിയ യൗവനയുക്തിയായ ഒരു പെണ്ണാണ്.
എന്നാൽ ജോസഫ് പടുക്കിളവനായൊരു മനുഷ്യൻ. എന്താണെന്നറിയാമോ? ഈ കഥയാണ് പലരെയും മനസ്സിലിരിക്കുന്നത്. അപ്പോൾ ജോസഫ് പിതാവ് എന്നും പറഞ്ഞുകൊണ്ട് വണങ്ങി അദ്ദേഹത്തിന്റെ പേരിലും പെരുന്നാളുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വണക്കങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, പ്രോട്ടോഡൂലിയ എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നാമത്തെ ഇതിന്റെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യ വണക്കം, പ്രഥമ വണക്കം അപ്പന് കൊടുക്കാതെ എങ്ങനെയാണ് കൊടുക്കുന്നത്? അതുകൊണ്ട് പ്രഥമ വണക്കം എന്ന് പറയുന്നത്, ഹൈപ്പർഡൂലിയ എന്ന് പറയുന്നത് മറിയയ്ക്ക് കൊടുക്കുമ്പോൾ പ്രോട്ടോഡൂലിയ ആദ്യ വണക്കം അദ്ദേഹത്തിന് കൊടുത്തത്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിലോ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് മറിയയ്ക്കും ജോസഫിനും എല്ലാം ആരാധനയും വണക്കവും ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും വിശുദ്ധ വേദപുസ്തകം അംഗീകരിക്കുന്ന കാര്യമല്ല, ദൈവിക തൃത്വം അംഗീകരിക്കുന്ന കാര്യമല്ല. ഇനിയും അമലോത്ഭവ സിദ്ധാന്തം കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അമലോത്ഭവ സിദ്ധാന്തം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ, കാത്തലിക് ചർച്ച് ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, വിശുദ്ധ വേദപുസ്തകം ഇതിന് അംഗീകാരം കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. AD 1854 മറിയ അമലോത്ഭവയാണെന്ന് കാത്തലിക് ചർച്ച് പഠിപ്പിച്ചത്. അപ്പോൾ അമലോത്ഭവയ്ക്ക് വേണ്ടി എടുക്കുന്നതാണ് 8 നോമ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഓർത്തഡോക്സ് യക്കോബയ സഭകൾ അവര് ഈ അമലോത്ഭവ സിദ്ധാന്തം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പഠിപ്പീര് നടത്തുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് പാത്രിക സഭകളും 8 നോമ്പ് ആചരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, പേരുകൾ തീർന്നില്ല, സമയം മുൻപോട്ട് പോകുന്നുണ്ട്. അടുത്തൊരു എപ്പിസോഡ് ഞാൻ ബാക്കി പേരുകളും അതിന് വിശദാംശങ്ങളും പറയാം. അപ്പോൾ മറിയ ദൈവമാതാവാണെന്നോ അമലോത്ഭവയാണെന്നോ അതുപോലെ ദിവ്യകൃപയുടെ മാതാവാണെന്നോ അതുപോലെ കന്യകമാരുടെ പരിശുദ്ധ കന്യകയാണെന്നോ ഐവറി ഗോപുരമാണെന്നോ ദാവീദിന്റെ ഗോപുരമാണെന്നോ മിസ്റ്റിക്കൽ റോസ് ആണെന്നോ സ്വർഗത്തിന്റെ കവാടമാണെന്നോ യഥാർത്ഥ പാപമില്ലാതെ പറഞ്ഞ് ജന്മപാപമില്ലാതെ ജനിച്ച സ്ത്രീയാണെന്നോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉപദേശത്തിന് ഇത് എതിരാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ പാഷണ്ഡോപദേശമാണ്. എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവദേശത്തിൽ നിന്ന് മാറിപ്പോയെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അപ്പൊ പിന്നെ മറിയ എങ്ങനെയാണ് പാപമില്ലാതെ ജനിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജന്മപാപമില്ലാതെ ജനിച്ച ഒരു സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചാണ് അമലോത്ഭവ എന്ന് പറയുന്നത്. എൻ്റെ കേൾവിക്കാരെ, നിങ്ങൾ വാശി ഉണ്ടാകുവാനോ നിങ്ങളെ കളിയാക്കുവാനോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെയുള്ള ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കുവാനും സത്യോപദേശം നിലനിൽക്കുവാനും വേണ്ടിയുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുവാനും യാഥാർത്ഥ്യങ്ങളെ അറിഞ്ഞ് വചനമായ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രമേയം മനസ്സിലാക്കി യേശുക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും യേശുക്രിസ്തുവാണ് ഏക മധ്യസ്ഥനെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഒരു യഥാർത്ഥ ആരാധനയിലേക്ക് വരുവാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എൻ്റെ കേൾവിക്കാരെ എല്ലാവരെയും കർത്താവ് അതിനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമാണ് ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കണ്ടെത്തും. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.